ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിനോട് രേഖ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വരുണേട്ടൻ്റെ മാറ്റത്തിൽ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. ചെറുതെന്നല്ല, വലിയ സംശയം തന്നെയുണ്ട്. നമ്മുടെ കണ്ണേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കൽ പോലും വരുൺ ഇങ്ങനെ മാറുകയില്ല. എന്തായാലും വരുണിൻ്റെ ഈ മാറ്റം ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല. ഞാൻ നോക്കിയും കണ്ടു നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പം ഗീതു പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്തായാലും ഇത്രയും പ്രാക്ടിക്കലായിട്ട് ചേച്ചി ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്നൊക്കെ ഗീതു പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, കുളി കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദ് മുറി വന്ന് നോക്കുമ്പം കണ്ണാടിയിൽ തലമുടിക്കകത്തൊരു നര കാണും. ഇത് കാണുന്ന ഗോവിന്ദ് അത് വലിച്ചു പറിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇതെന്തൊരു കഷ്ടമാണ്, മനുഷ്യൻ ചെറുപ്പമാകാൻ നോക്കുമ്പം എന്നെ തളർത്താൻ വേണ്ടി വരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗീത മുറിയിലോട്ട് കയറി വന്നിട്ട് പറയുകയാണ് കേട്ടോ, നാളെ രാവിലെ നമുക്ക് ഓഫീസിൽ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും പണിയെല്ലാം തീർക്കണം. എന്നിട്ട് ഉച്ചയാകുമ്പോൾ നമുക്ക് ഒരാളെ കാണാൻ പോകാനുണ്ട്. ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറയുക. അപ്പം ഗോവിന്ദ് ചോദിക്കുകയാണ്, ആരെയാന്ന് ചോദിക്കുമ്പം ജോസഫ് അടക്കൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്, രഞ്ജുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. സാറ് ഭയങ്കര ഫേമസ് ആണ്, സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയമാണ്. സാറ് സ്റ്റെം സെൽ തെറാപ്പി ത്രൂ ആൾക്കാരെ അസുഖങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രഞ്ജുവിൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആരെങ്കിലും സ്റ്റെം സെൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപകാരമാവും. പിന്നെ രഞ്ജുവിൻ്റെ അമ്മയുള്ളത് കൊണ്ട് പ്രശ്നമില്ല. പിന്നെ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വേറെ ആരെങ്കിലും ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സിനെ തപ്പേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗീതു ഗോവിന്ദിനെ കൊള്ളിച്ച് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഗോവിന്ദ് ഇവളെ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നിങ്ങനെ ചിന്തിക്കുമ്പം നമ്മുടെ ഗീതു പറയുകയാണ്, എന്തായാലും നാളെ അമ്മയും കൂടെ നമ്മുടെ കൂടെ വരട്ടെ എന്ന് പറയുമ്പോൾ ഗോവിന്ദിന് ദേഷ്യം വരുവാണ്. അവരുടെ കാര്യം നീ എന്നോട് പറയരുതെന്നൊക്കെ പറയുമ്പോൾ ഗീതു പറയുകയാണ്, രഞ്ജുവിൻ്റെ അമ്മേനെ ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് കാണുന്നത്. ഇനി ഗോവിന്ദേട്ടൻ അമ്മയായിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മായിയമ്മയായിട്ട് കണ്ടോളൂ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയണം. ഇതൊക്കെ കേട്ടിട്ടും ഗോവിന്ദിന് ദേഷ്യം വന്ന് ഗോവിന്ദ് പറയുകയാണ്, ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് വെച്ച് പറഞ്ഞു വിടുവാണ് കേട്ടോ. പിന്നെ ഗീതു നമ്മുടെ വിജയലക്ഷ്മീനെ വിളിച്ചിട്ട് പറയുകയാണ്, അമ്മ നാളെ റെഡി ആവണം എന്നൊക്കെ പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, മോളെ നാളെ എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ ഒപ്പിച്ച അപ്പോയിൻമെൻറ്റാണ്, നാളത്തെ ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് അമ്മേ, ഇനി മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുകയില്ല, നമുക്കൊരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോയാൽ മതി, 4 മണിക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ വിജയലക്ഷ്മി പറയണം, എന്നാൽ കുഴപ്പമില്ല, എനിക്ക് 12 മണിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, എന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ജംഗ്ഷനിൽ വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു ചോദിക്കും, അതേത് ജംഗ്ഷനാണ് എന്ന് ചോദിക്കുമ്പോൾ പറയും, അതാ സെൻട്രൽ ജയിലിൻ്റെ അപ്പുറം എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയും, അമ്മ എന്നെ അവിടെ വല്ല ജയിൽ പുള്ളികളെ കാണാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി ഞെട്ടുവാണ് കേട്ടോ. സത്യത്തിൽ വിജയലക്ഷ്മി ഏതോ ഒരു ജയിലിൽ പുള്ളിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഗീതു പറയും, ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ അവിടെ വന്നേക്കാം, അമ്മ എന്തായാലും റെഡി ആയിട്ടിരുന്നോളാൻ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വിജയലക്ഷ്മി അപ്പം തന്നെ വാർഡനെ വിളിച്ചിട്ട് ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നാളെ ഞാൻ എന്തായാലും 12 മണിക്ക് തന്നെ എത്തും, എനിക്ക് 2 മണിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുള്ളതാണ്, അതുകൊണ്ട് എങ്ങനെയും എൻ്റെ ഒന്ന് പെട്ടെന്ന് നോക്കി ശരിയാക്കി തരണം കേട്ടോ എന്ന് പറയും. അപ്പോഴേക്കും അവരും പറയും, അത് കുഴപ്പമില്ല മാഡം, പോരെന്ന് പറയുകയാണ്. എന്നിട്ട് വിജയലക്ഷ്മി അവിടെ ചെല്ലുവാണ്. പോകുന്ന വഴിക്ക് വാർഡൻ പറയുന്നുണ്ട്, അവൾ ഭയങ്കര പ്രശ്നക്കാരിയാണ്, കണ്ണൂരിൽ നിന്നാണ് വന്നേ, കണ്ണൂർ ജയിലിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ സൂപ്രണ്ടൻ്റ് വിളിക്കുവാണ്, അനാർക്കലി നിന്നെ കാണാൻ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം വന്നിട്ടുണ്ടെന്ന് പറയുമ്പം പുള്ളിക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ. പക്ഷെ പറയുന്നുണ്ട്, വിജയലക്ഷ്മി സുബ്രഹ്മണ്യമല്ല, വിജയലക്ഷ്മി മാധവ് എന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാർ സംസാരിക്കുന്നതൊന്നും കേൾക്കണ്ടെന്ന് പറയും. ലാസ്റ്റ് വിജയലക്ഷ്മി പറയും, വേണ്ട, നിർബന്ധിക്കേണ്ട, ഞാനൊരു കത്ത് ഇവിടെ കൊടുക്കാം, അനാർക്കലി നീ അത് വായിച്ചു നോക്കണം, വായിച്ചു നോക്കി കഴിയുമ്പോൾ നിനക്ക് എന്തായാലും എന്നെ കാണണം നീ പറയും എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അവർ പോയി കഴിയുമ്പോൾ ആ പുള്ളിക്കാർ തിരിഞ്ഞു നോക്കുവാണ്. എന്നിട്ട് പുള്ളിക്കാരുടെ മെത്തയുടെ അടിയിൽ നിന്ന്, ആ ഒരു പായുടെ അടിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ, പഴയ ഫോട്ടോ. എന്നിട്ട് പഴയ ഗോവിന്ദ് മാധവിൻ്റെ അച്ഛൻ മാധവ് മരിച്ച കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് കൂടെയുള്ള സെല്ലിലുള്ള ആളോട് പറയാണ്, എൻ്റെ നെഞ്ചിലെ കനൽ ഒരിക്കലും എരിയുകയില്ല, അതൊരു പകയായിട്ട് ഇപ്പം നിൽക്കുവാണ്, അതിന് വീര്യം കൂടിക്കൂടി വരുന്നേ ഉള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇനി പലരും എന്നെ അന്വേഷിച്ച് വരും, കാരണം എൻ്റെ ജയിലിലെ കാലാവധി കഴിഞ്ഞു, ഞാൻ പുറത്തിറങ്ങാൻ പോവാം, ഇനി അന്വേഷിക്കാനും വരാനും പല ആൾക്കാരും കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം സൂപ്രണ്ടിന് തിരിച്ചു വന്നിട്ട് വിജയലക്ഷ്മി കൊടുത്ത ആ കത്ത് കൊടുക്കുവാണ് കേട്ടോ. അനാർക്കലി അത് മേടിക്കുന്നില്ല. അപ്പോൾ സൂപ്രണ്ടിന് ദേഷ്യം വന്നിട്ട് കൂടെയുള്ള ജയിൽ പുള്ളിയോട് പറയും, ഇത് അവൾക്ക് കൊടുക്കടി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി മേടിച്ച് അനാർക്കലിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ പുള്ളിക്കാരി തുറന്നു പോലും നോക്കുന്നില്ല കേട്ടോ, അത് കീറിപ്പറിച്ച് ഒറ്റ ഏറെറിയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എനിക്കൊരു ഇടനിലക്കാരുടെ ആവശ്യമില്ല, ഞാനിവിടെ നിന്ന് ഇറങ്ങാറായി, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് നല്ല ബോധ്യമുണ്ട്, എൻ്റെ നെഞ്ചിലെ പകയും കനലും ഒരിക്കലും അങ്ങനെ അടങ്ങുമെന്ന് ആരും ഓർക്കണ്ട എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.